ഹായ് ഗെയ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കൊച്ചിരിക്കൽ കേവ് കാണാൻ വേണ്ടി വന്നിരിക്കണുണ്ട്. ഇപ്പോൾ ലോക സിനിമയ്ക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഈ ഗുഹ കുറച്ചുകൂടി ട്രെൻഡിങ് ആയിട്ടുണ്ട്. അതേ ഈ കാണുന്നത് ഇവിടെ വരുമ്പോൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള വിശാലമായ ഒരു കാർ പാർക്കിംഗ് ഏരിയയാണ്. അതേപോലെ തന്നെ ഈ നമ്മൾ നേരെ കാണുന്ന ഈ മരം കണ്ട ഒരു വലിയൊരു മരമുണ്ട് ഈ കാണുന്നത്. ഈ മരത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പറയാം എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തായിട്ട് പാർക്കിംഗ് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു പ്ലോട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ പാർക്കിംഗ് ഏരിയ എന്നാണ് പറഞ്ഞു കേട്ടത്, ഫ്രീ പാർക്കിങ്ങാണ്. പക്ഷേ ചെറിയൊരു സംഭവമുള്ളൂ, ഒന്നോ രണ്ടോ വണ്ടിയൊക്കെ വീടുള്ളതെന്ന് തോന്നുന്നു. അതിനകത്ത് അത്യാവശ്യം പാർക്കിംഗ് ഏരിയ ഉള്ളത് ഈ കാണുന്ന കോമ്പൗണ്ടാണ്. ഇവിടെ നമുക്ക് ബൈക്ക് കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നതിന് 10 രൂപയും 4 വീലർ ആണെങ്കിൽ 20 രൂപയാണ് ചാർജ്. ഇത് അത്ര വലിയ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല, എന്നാലും കുഴപ്പമില്ല. നമുക്ക് നല്ല അത്യാവശ്യം മഴയൊക്കെ പെയ്തിട്ടുള്ള ഒരു ടൈമൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം അടിച്ച് പൊളിക്കാം. എന്നാലും വലിയ തിരക്കില്ലാത്തൊരു സ്ഥലവും കൂടിയാണ് ഇത്. വീക്കെൻഡൊക്കെയാണ് വരുന്നതെങ്കിൽ അത്യാവശ്യം തിരക്കുണ്ടാവുമെന്ന് തോന്നുന്നു. ഇതുവരെ ഞാൻ വീക്കെൻഡിൽ വന്നിട്ടില്ല. ഈ ഇട ദിവസങ്ങളിലാണ് ഞാൻ വന്നേക്കണ സമയത്തൊന്നും അത്യാവശ്യം തിരക്കില്ലാത്തൊരു ടൈമാണ് വന്നേക്കണം. അപ്പോൾ ഇവിടെ പ്രവേശന ഫീസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ കയറി വരുമ്പോൾ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വന്നെയാണെങ്കിൽ ആ കടയിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒരു സഹായമായിരിക്കും. എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, അവർ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരുടെ ഒരു എന്താ പറയുക ആവശ്യങ്ങൾക്കായിട്ട് തുടങ്ങിയേക്കുന്ന ഒരു കടയാണല്ലോ. അപ്പോൾ അവർക്കൊരു സഹായം കൂടി ആയിരിക്കും. ഇപ്പം നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണല്ലോ അവർ ഈ കടകളൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ചെറിയ നേരെ താഴത്തേക്ക് ഇറങ്ങി ചെല്ലാം. അപ്പോൾ ദൂരെ നിന്നുള്ള വ്യൂ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ ഭയാനകമായിട്ടുള്ളൊരു സ്ഥലമാണെന്ന് വിചാരിക്കുക. വെച്ചാൽ ചുറ്റും മരങ്ങളും കാട് പോലത്തെ ഒരു അന്തരീക്ഷവും അതിനുള്ളിലൊരു ഗുഹയും പ്രത്യേകിച്ച് ആൾത്തിരക്കും കൂടി ഇല്ലാത്തൊരു ഇതും കൂടെ കാണുമ്പോഴത്തേക്കും വരുന്ന ആൾക്കാർ ചെറുതായിട്ടൊന്ന് പേടിക്കാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, നോക്കി താഴത്തേക്ക് ഭീകരമായൊരു ഗുഹ പോലത്തെ ഒരു സെറ്റപ്പ് കണ്ടോ. തൊട്ടൊരു കാട്, അങ്ങനെ പേടിക്കാനൊന്നുമില്ലാത്ത അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുമേ. അതുകൊണ്ട് ഞാൻ ലൊക്കേഷനും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ഞാനിതിൽ പറയുന്നൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഗുഹ. അപ്പോൾ നേരെ താഴത്തേക്ക് ഇറങ്ങിച്ചെല്ലാം. ഞാൻ ചെന്നപ്പോഴത്തേക്കും ഏതോ ഓഫീസിലത്തെ ടീമൊക്കെയാണെന്ന് തോന്നുന്നു. ഒരു അവധി ദിവസമായിരുന്നു ഞാൻ ചെന്നത്. എന്നാൽ അവരപ്പോൾ അവധി ആഘോഷിക്കാൻ വേണ്ടി വന്നേക്കണമെന്ന് തോന്നുന്നു. എന്നാലും വലിയ തിരക്കൊന്നുമില്ല. ഈ കാണുന്ന ഇവർ മാത്രമേ വരും, പിന്നെ ഞാനും. പിന്നെ ഒരു സിനിമയുടെ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു. അവർ മാത്രമേ ഉണ്ടായുള്ളൂ. അത്യാവശ്യം ഫിലിമിലൊക്കെ ഉണ്ട് ഈ കാണിക്കുന്നുണ്ട് ഈ സ്ഥലം എന്ന് തോന്നണം. അപ്പോൾ ഞാൻ കയറി വരുമ്പോഴത്തേക്കൊരു മരം മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി ഞാൻ എടുത്തതാണ്. കൊള്ളാമല്ലേ, പ്രത്യേക ഒരു ഭംഗി. ആ പച്ചപ്പും ഉണങ്ങിക്കിടക്കുന്ന ഈ തടിയൊക്കെ ഇങ്ങനെ ഇടുന്നത് കാണുന്നൊരു പ്രത്യേക ഭംഗി തോന്നുന്നല്ലേ. കണ്ടോ, ഇവിടെ ഈ വെള്ളച്ചാട്ടവും ചെറിയൊരു കുളം പോലത്തെ ഒരു സംഭവം കൂടിയുണ്ട്. ഇത് രണ്ടും മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാടുകളെ പിടിച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. ഇവിടെയും വെള്ളം തീരെ കുറവാണ്. നല്ല വെള്ളം കൂടിയുള്ള ഒരു ഇതാണെങ്കിൽ ആ പാറയൊക്കെ നനഞ്ഞ് ആ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇപ്പോൾ വെള്ളം കുറവിൻ്റെ ശരിക്ക് അറിയുന്നുണ്ട്. അന്ന് ആ വേനലായ സമയത്തല്ല ഞാൻ വന്നത്. അത്യാവശ്യം മഴ മാറിയിട്ട് കുറച്ചൊരു ഒരാഴ്ചയൊക്കെ മഴ പെയ്യാത്തുള്ള ആ ഒരു ഗ്യാപ്പില്ലേ, ആ ഒരു ഗ്യാപ്പ് കേബിളാണ് വന്നത്. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു പ്രതീക്ഷിച്ച് ഞാനിതിന് മുന്നേ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഭംഗി ഇപ്പം ഇല്ല. അപ്പോൾ ഞാനിവിടെ ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെന്തോ കനാലിൻ്റെ എന്തോ ഇതൊക്കെ പണിയൊക്കെ നടക്കുന്ന കാരണം അതിലൂടെ വെള്ളം ഒഴുകി വരുന്നത് ബ്ലോക്കായി കിടക്കണമെന്ന് അങ്ങനെ എന്തോ ഒക്കെ പറഞ്ഞായിരുന്നു. അതെനിക്ക് അത്രയും എന്താണെന്നുള്ള വ്യക്തമായില്ല. വെള്ളം തീരെ കുറവാണ്. മറ്റേന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇതിൻ്റെ മേളിൽ നിന്നൊക്കെ ആ വേരിൻ്റെ ഇടയിൽ കൂടിയൊക്കെ വെള്ളം വന്നാകുമ്പോൾ ഒരു എന്താ പറയുക നല്ല ഒരു ഭംഗിയാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ ഈ ഗുഹയുടെ മേളിലൊക്കെ കയറിയിരുന്നുണ്ട്. ഇത്തവണ വന്നപ്പോൾ കയറാനുള്ളൊരു മനസ്സ് തോന്നിയില്ല. പിന്നെ അതുമല്ല
ഈ വന്നേക്കുന്ന ആൾക്കാർ അതിൻ്റെ അകത്ത് മേളിൽ കയറിയിട്ട് ഇറങ്ങാനും കയറാനുള്ള പെടാപ്പാടിലായിരുന്നു. കയറിയ ആൾക്കാർ എങ്ങനെ ഇറങ്ങും, ഇറങ്ങിയ ആൾക്കാർ കയറാൻ നിൽക്കുന്ന ആൾക്കാർ എങ്ങനെ കയറും എന്നുള്ളൊരു പ്രശ്നത്തിന് നിൽക്കുന്ന കാരണം ഞാനും കൂടെ അതിനിടയിൽ പോയിട്ട് ഞാൻ അവർക്ക് ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് ഓർത്ത് ഗുഹയുടെ അകത്തൊന്നും ഞാൻ കയറിയില്ല. ബാക്കി പുറത്തുള്ള കാഴ്ചകളൊക്കെ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അപ്പോൾ ഗെയ്സ്, അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ തുടക്കത്തിൽ നിന്ന് ഒരു വലിയൊരു മരം കാണിച്ചു തന്നില്ലായിരുന്നു. ആ മരത്തിൻ്റെ വേരാണ് കേട്ടോ ഈ ഗുഹയെ താങ്ങി നിർത്തിയിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ ഈ നല്ല ക്ലൈമറ്റിലാണ് വന്നതെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഈ കൊച്ചേരി കേവ്.